അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംഘടനാ സഹകാരികൾ, നമ്മുടെ എസ് പനച്ചമൂടി യൂണിറ്റിന്റെ സ്ഥാപകനായിരുന്ന മരണപ്പെട്ടുപോയ മർഹൂം ഹാഷിം നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റക്കുറച്ചിലില്ലാതെ പനച്ചമൂട് ജമാഅത്തിൽ ചെറിയ കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ സുപരിചിതനായിരുന്ന, അത്രത്തോളം ബന്ധങ്ങൾ സമ്പാദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹാഷിം എന്ന് പറഞ്ഞാൽ. ഏകദേശം സമപ്രായക്കാരായ ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ എനിക്കും ചില ഓർമ്മകൾ നമ്മുടെ സംഘടന സഹകാരികളോട്, സംഘടനാ അനുഭാവികളോട്, നമ്മുടെ SBS കുട്ടികളോടൊക്കെ എനിക്ക് പങ്കുവെക്കാൻ ചില ഓർമ്മകളുണ്ട്. ആരായിരുന്നു ഹാഷിം? ഹാഷിമിനെ ഞാൻ അറിയുന്നതും പരിചയപ്പെടുന്നതും ഒരു സുഹൃത്ത് എന്നതിനപ്പുറം ഒരു സംഘടന സഹകാരിയായിട്ടാണ്. പനച്ചമൂട് യൂണിറ്റ് സ്ഥാപിച്ചത് മുതൽ എന്നെ സുന്നത്ത് ജമാഅത്തിലേക്ക് കൈപിടിച്ച, ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഞാൻ കണ്ടത് ഹാഷിമിലൂടെയാണ്. അങ്ങനെ ആ ബന്ധം വളർന്ന് വളരെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഹാഷിം എന്ന വ്യക്തിയുടെ ആത്മാവിനെ തൊട്ടറിയുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ബന്ധം വളരെ സുദൃഢമായി ഈ സംഘടനയിലൂടെ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഹാഷിമുമായി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിയാറത്ത് യാത്രകളായാലും ഹാഷിമിന്റെ വ്യക്തി പ്രഭാവത്തെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹാഷിം റാസൽ കൈമയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മറ്റ് രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ആക്സിഡന്റിൽ മരണപ്പെടുകയും ആ മയ്യത്ത് നമ്മുടെ കൊച്ചാലമ്മോട് സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തപ്പോൾ കാണാൻ വേണ്ടി വന്ന ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റു രണ്ട് മയ്യത്തുകളെക്കാൾ, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, ഹാഷിം കാരണം അവരെയും ഞാൻ ഓർക്കപ്പെടുകയാണ്. കാരണം അതിന് കാരണക്കാരനാരാണ്? ഹാഷിമാണ്. അപ്പോൾ ഹാഷിമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രകാശം, അത് വല്ലാത്തൊരു പ്രകാശമായിരുന്നു. ഒരു ഇരുട്ട് റൂമിൽ കൊണ്ട് ആ മുഖം വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. അത്രമേൽ നല്ല മയ്യത്തുകളുടെ ലക്ഷണം എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രഭ അവന്റെ മുഖത്തുണ്ടായിരുന്നു. ആ പ്രകാശം എങ്ങനെയാണ് ഹാഷിമിന് കിട്ടിയത്? അത് നിങ്ങൾ ഓരോരുത്തരും അറിയണം. അത് ഈ സംഘടനയിലൂടെ നേടിയെടുത്തതാണ്. ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മൾ കൊതിക്കുന്ന ഒരു മരണം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം അത്രത്തോളം ഇഖ്ലാസ് ഉള്ള ഒരു പ്രവർത്തകനായിരുന്നു ഹാഷിം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹാഷിമിനെ ഞാനിവിടെ അനുസ്മരിക്കാൻ കാരണം, നമ്മൾ ഏകദേശം 13 വർഷങ്ങൾക്കിപ്പുറം ഹാഷിം മരണപ്പെട്ടിട്ട് ഹാഷിമിനെ ഓർക്കുന്നു എങ്കിൽ, നമ്മുടെ ജമാഅത്തിൽ നിന്ന് എത്രയോ പേര് മരണപ്പെട്ടു പോയി, നമ്മുടെ സംഘടനയിൽ നിന്ന് തന്നെ എത്രയോ പേര് മരണപ്പെട്ടു പോയി. നമ്മുടെ ഹാഷിമുക്ക്, നമ്മുടെ ഹാരിസക്ക, അതുപോലെ നമ്മുടെ നടിയിലയത്തെ നമ്മുടെ സലീമുക്ക, നമ്മുടെ തെക്കോട്ടിലെ നിസാർക്ക്, അങ്ങനെ തുടങ്ങി നമ്മുടെ സംഘടനയുമായി അടുത്ത് സഹകരിച്ചിരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മരണപ്പെട്ടു പോയി. നമ്മൾ ഇവരെയെല്ലാം ഓർക്കുന്നു, അതിലുപരി ഹാഷിമിനെ ഓർക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ഹാഷിം ആരായിരുന്നു? ഹാഷിം SSF എന്ന പ്രസ്ഥാനം ഇവിടെ സ്ഥാപിച്ചതിലൂടെ ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിൻ്റെ ഒരു അടിത്തറ ഭാഗ്യമാണെന്ന നിലയിൽ ഹാഷിം എക്കാലവും സ്മരിക്കപ്പെടും. കാരണം നമ്മൾ ഓ ഖാലിദിനെയും അതുപോലെ കാരാത്തോട് അബ്ദുള്ളയും ഒക്കെ നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. അവരുടെയൊക്കെ ജീവിതം പോലെ വളരെ സുദൃഢമായ സുന്ദരമായ ഒരു ജീവിതമായിരുന്നു ഹാഷിമിൻ്റെ. വളരെ കുറഞ്ഞ കാലം ജീവിച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ്റെ സ്വർഗം നേടി യാത്രയായ ഹാഷിം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ആ ഒരു പവറിലേക്ക് ഹാഷിമിനെ എത്തിച്ചത് എന്താണ്? ആ ഒരു സംഘടന, ഈ ഒരു സംഘടനയാണ്. ഈ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ ദുനിയാവും ആഖിറവും നേടിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിനൊക്കെ നമുക്ക് നേതൃത്വം നൽകിയ ഹാഷിം എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഒരു ചെറിയ അനുഭവം മാത്രം ഞാൻ പറയാം. ഹാഷിം എന്ന് പറഞ്ഞാൽ അന്ന് മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ബുള്ളറ്റ് കൈവശപ്പെടുത്തിയിരുന്നു. ഒരനുഭവമാണ്, ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഒരു അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ബുള്ളറ്റ് നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചവറ കൊറ്റംകുളങ്ങരയുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഞാനും ഹാഷിമും, അവന്റെ മരണത്തിന് 2 മാസം മുമ്പാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ആ സമയത്ത് ഞങ്ങൾ പോവുകയും അവിടെ കരണ്ട് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സംഘടനാ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ കാത്തിരിക്കുന്ന സമയത്ത്
ഹാഷിമിന്റെ വായിൽ നിന്ന് വന്ന ഒരു വർത്തമാനം എൻ്റെ കാതിൽ ഇന്നും ഞാൻ ഓർക്കുകയാണ്. അപ്പൊ എന്നോട് അവൻ പറഞ്ഞു, വാതോരാതെ മരണത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പം വല്ലാത്ത വികാരഭരിതമായ ഒരു നിമിഷമാണ് വരുന്നത്. വാതോരാതെ അവന്റെ വായിൽ നിന്ന് വരുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണത്തെക്കുറിച്ച് വാചാലമായിക്കൊണ്ടിരിക്കുന്ന ഹാഷിമിനെയാണ് അന്ന് കണ്ടത്. അങ്ങനെ അവസാനം പറഞ്ഞ് അവൻ എത്തിപ്പെട്ടത് ഷഹീദ് എന്ന് പറയുന്ന ഒരു പദവിയെക്കുറിച്ച് വളരെ വാചാലമായി എന്നോട് സംസാരിക്കുകയും ഞാൻ ഷഹീദായിക്കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് പിരിയുകയും പിന്നീട് 2 മാസങ്ങൾക്ക് ഇപ്പുറം അവൻ മരണപ്പെടുകയും ചെയ്തു. അത് ഒരു ആക്സിഡന്റിലാണ്. അള്ളാഹു തആല അവന് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും അതുപോലെ മറ്റുള്ള വേദികളിലുമൊക്കെ, എനിക്ക് കിട്ടാറുള്ള വേദികളിലുമൊക്കെ ഞാൻ ദുആ ചെയ്യിക്കാറുണ്ട്. അത്രമേൽ അവന്റെ ആ ഒരു വാക്ക് എൻ്റെ കാതുകളിൽ ഇന്നുമുണ്ട്. ഈ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, ഹാഷിം അങ്ങനെ മറവിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമല്ല. ഹാഷിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ പനച്ചമൂട് ജമാഅത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഹാഷിം സ്മരിക്കപ്പെടണം, ഓർമ്മിക്കപ്പെടണം. അപ്പൊ ഹാഷിമിന്റെ സ്മരണയ്ക്ക് വേണ്ടി നമ്മൾ ഒരു പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ആ ഒരു പരിപാടി നാം ഇന്നും ഇന്നലെയും സ്വപ്നം കണ്ട ഒരു പരിപാടിയല്ല. ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഡേറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ സഅദി ഉസ്താദും കൂടി ഖാദിസിയയിൽ പോവുകയും ഉസ്താദിനെ നേരിട്ട് കാണുകയും 2 ആഴ്ച മുമ്പ് ഉള്ള ഒരു ഡേറ്റ് ഉസ്താദ് തരാമെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് നമ്മൾ ഇവിടെ വരികയും ആ സന്ദർഭത്തിൽ നമുക്ക് 2 ആഴ്ച കൊണ്ട് ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ അത് പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഹാഷിമിന്റെ എക്കാലത്തെയും നിറവേറപ്പെടാതെ കിടക്കുന്ന ഒരു സ്വപ്നമാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, സുന്നത്ത് ജമാഅത്തിന്റെ ഐതിഹാസികമായ പ്രഭാഷകൻ. സുന്നത്ത് ജമാഅത്തിനെ പോലെ തന്നെ തുറന്ന് സംസാരിക്കുന്ന വ്യക്തിത്വം. അദ്ദേഹത്തെ പനച്ചമൂട്ടിൽ കൊണ്ടുപോകണമെന്നുള്ള അവന്റെ ആഗ്രഹം, അത് നിറവേറ്റൽ അനിവാര്യമാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. ഓരോരുത്തരും അതിനുവേണ്ടി ഏറ്റെടുക്കണം. ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവാസിയായ ഞാനും റാസിയും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ പരിപാടി കോർഡിനേഷൻ ചെയ്ത് ഇവിടെ നിന്ന് ഉസ്താദിന്റെ ഡേറ്റ് കിട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ അടുത്ത റബീഉൽ അവ്വലോട് കൂടി നാട്ടിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണം, സംബന്ധിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ഒരു പരിപാടിയിലേക്ക് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടു കൂടി ഇറങ്ങിത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഹാഷിമിന്റെ ഒരു സ്മരണിക, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് അതുകൂടി ആ വേദിയിൽ വെച്ച് അത് നമുക്ക് ഇറക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ്. ആഗ്രഹങ്ങൾ ചർച്ച ചെയ്ത് ആ ചർച്ച ഒരു കോർഡിനേഷനായി, ആ കോർഡിനേഷനിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായി. ആ തീരുമാനങ്ങളാണല്ലോ പിന്നീട് പ്രാവർത്തികമാകുമ്പോൾ ഈ പരിപാടിയൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ രൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു പറച്ചിലും എഴുത്തും ഒക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന്. എനിക്കിപ്പോൾ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരവമായി എടുക്കുകയും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.